ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ജോളി ബേബ്സ്. ഒരുപാട് നാൾക്ക് ശേഷം വ്ളോഗൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടോ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. ക്രിസ്മസ് ആയിട്ട് ഇന്ന് അവധിയായിരുന്നു. അപ്പോൾ ക്രിസ്മസിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ബാൽക്കണി തുറന്ന് നോക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം. വിൻ്റർ ആയിരുന്നു. എഴുന്നേറ്റ് വന്നപ്പോൾ 8 മണി ആയതുകൊണ്ട് തന്നെ ഫോഗില്ലായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. ബ്രഷ് ചെയ്ത് നേരെ കിച്ചണിലേക്ക് നല്ലൊരു സുഗന്ധത്തോടുകൂടി ഒരു ദിവസം ആരംഭിക്കാൻ എനിക്കിഷ്ടമാണ്. ചെറിയൊരു പാട്ടൊക്കെ വെച്ച് ചായ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം രസമല്ലേ. മോർണിംഗ് വൈബ്സ് എന്നും അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു റൂമിലെ. ക്രിസ്മസ് ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അങ്ങനെ രാവിലെ ഒരു കപ്പ് ചായയൊക്കെ കുടിച്ച് ആ ബാൽക്കണി വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങളുടെ കുക്കിംഗ് പരിപാടിയിലേക്ക് അങ്ങനെ കിടന്നു. രാവിലെ ഇടിയപ്പവും ചിക്കൻ സ്റ്റൂവും ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. ഇടിയപ്പം നേരത്തെ ഉണ്ടാക്കി. ചിക്കൻ സ്റ്റൂവിന് ജസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് അടുപ്പത്ത് വെച്ചു. അതിനോട് തന്നെ ചോറും ഉണ്ടാക്കാൻ വെച്ചു. ക്രിസ്മസ് പ്രിപ്പറേഷൻസൊക്കെ കുറച്ചൊക്കെ തലേദിവസം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. മീൻ കറിയെല്ലാം ഉണ്ടാക്കിയായിരുന്നു തലേദിവസം. പിന്നെ മീൻ ഫ്രൈ ചെയ്യാനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ജസ്റ്റ് കുക്കിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ജസ്റ്റ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്രഷായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ. ക്രിസ്മസ് ആയിട്ട് ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. പിന്നെ വട്ടയപ്പം ഉണ്ടാക്കി. ഒരു അവധി ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, ഇതിനപ്പുറം വേറെ സന്തോഷം എന്നെ സംബന്ധിച്ചില്ല കേട്ടോ. പിന്നെ ഒരുപാട് യാത്രകളും പറ്റാവുന്ന സമയങ്ങളിൽ യാത്ര ചെയ്യാം. ഒരുപാട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതൊക്കെയല്ലേ നല്ല ഓർമ്മകൾ. അങ്ങനെ ചിക്കൻ കറിയും റെഡിയായി. പിന്നെ തണുപ്പായിരുന്നു കൊണ്ട് തന്നെ ഇടയ്ക്കൊരു കട്ടൻ ചായ ഇല്ലാതെ പറ്റി. സമയം ഒരു 11 മണിയൊക്കെ ആയിരുന്നെങ്കിലും തണുപ്പ് വിടുന്നില്ലായിരുന്നു. അപ്പോഴേക്കും വട്ടയപ്പൊക്കെ ആയി. എന്ത് സോഫ്റ്റായിട്ടായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു വട്ടയപ്പൊക്കെ കഴിക്കാൻ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ നമ്മളെല്ലാം ഉണ്ടാക്കി കഴിക്കണ്ടേ, ഉണ്ടാക്കി തരാൻ വേറെ ആരുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ച് ലഞ്ചിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് റെഡിയായി ഒന്ന് പുറത്തു പോയി ഒരു കേക്ക് വാങ്ങാനായിരുന്നു പ്ലാൻ. അങ്ങനെ വണ്ടിയെടുത്ത് നേരെ പോയി കേക്ക് ഷോപ്പിൽ പോയി ഒരു കേക്ക് വാങ്ങി. ക്രിസ്മസ് ആയിട്ട് വൈകിട്ട് ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. തിരിച്ചു വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര രസം. എന്താണെന്ന് വെച്ചിട്ട് അവധി ദിവസമാണ്. അപ്പോൾ നമുക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട ആ ഒരു ഹാപ്പിനെസ്. എന്നിട്ട് വന്നപ്പോഴേക്കും നല്ല വിശക്കാൻ തുടങ്ങി. ലഞ്ച് റെഡിയാക്കി വെച്ചിട്ട് പോയ കാരണം കൊണ്ട് ജസ്റ്റ് കഴിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ക്രിസ്മസ് ദിനത്തിൽ എല്ലാ ഫുഡും, ചോറ്, മോര് എല്ലാം കൂട്ടി, ചിക്കൻ മീനൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ വിട്ട് ബാൽക്കണിക്ക്. ഉച്ചയ്ക്ക് ബാൽക്കണിയിൽ നിന്ന് കുറേ വെയിലൊക്കെ കൊണ്ട് മനിയായിട്ട് കിടന്നുറങ്ങി. വൈകുന്നേരം എഴുന്നേറ്റ് ഡിന്നറും കഴിച്ച് ഒരു ദിവസത്തെ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. രസമായിരുന്നു ഒരു ക്രിസ്മസ് ദിനത്തിൽ. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ.